ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് ആൻഡ് സ്റ്റിച്ച്. ഇന്നൊരു അടിപൊളി പലാസോ പാൻ്റായിട്ടാണ് എത്തിയിട്ടുള്ളത്. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും. ഇതാ ആദ്യം തന്നെ ഫുൾ ലെങ്ത്താണ് എടുക്കുന്നത്. നോക്കിയാൽ അരവശത്ത് തൊട്ടിട്ട് താഴെ വരെയുള്ള ലെങ്ത്താണ് ഫുൾ ലെങ്ത്ത്. ഇത് 40 ഇഞ്ചാണ് കിട്ടിയത്. എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് റൗണ്ടില്ലേ, അത് നോക്കിയാൽ അത് മധ്യത്തിൽ നിന്നാണ് എടുക്കുന്നത്. അവിടെ എലാസ്റ്റിക് ഉള്ളത് കൊണ്ട് കറക്റ്റ് കാണാത്തത് കൊണ്ടാണ് മധ്യത്തിൽ നിന്ന് എടുത്തത്. എന്നിട്ട് അടുത്ത സീറ്റ് ലെങ്ത്താണ് എടുത്തത്. പിന്നെ ഇത് നോക്കിയേ, അതിൻ്റെ സീറ്റ് റൗണ്ടും കൂടി അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അളവെടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾ ഈ തുണിയിൽ ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റ് നോക്കുക. ആദ്യം തന്നെ തുണിനെ ഇതാ രണ്ടാക്കിയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വീതിയിലാണ് എടുക്കുന്നത്. 42 ഇഞ്ച് വീതിയുള്ള തുണിയായതുകൊണ്ട് എനിക്കിത് കറക്റ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വീതിയിൽ 4ആയി മടക്കി കൊടുത്ത തുണിയാണ് ഇത്. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത വശം, അപ്പുറം ഓപ്പൺ വശം. ഈ ഫോൾഡ് ചെയ്ത വശത്തുനിന്ന് 40 ഇഞ്ച് നമുക്ക് ആദ്യം തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് കിട്ടേണ്ട അളവാണ് 40 ഇഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്? 38 38 ഇഞ്ച്. അധികം അവർക്ക് 38 ആയിരിക്കും വേണ്ടി വരിക. ഇത് നോക്കിയതാ 40 ഇഞ്ച് മാർക്ക് ചെയ്ത് എക്സ്ട്രാ 2 ഇഞ്ച് ബാൻഡിന് എലാസ്റ്റിക്കിനുള്ള 2 ഇഞ്ചും കൂടി എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എലാസ്റ്റിക്കിന് രണ്ടും താഴെ മടക്കിയടിക്കാൻ 1 ഇഞ്ചും കൂടി വേണം. ഇതിപ്പോൾ താഴെ മടക്കിയടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അവിടെ എന്താ പറയുക, നല്ല വർക്കുകൾ ഇതായതുകൊണ്ട് അവിടെ മടക്കിയടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 42 എനിക്ക് കറക്റ്റാണ് കേട്ടോ ഈ ഒരു അളവ്. എന്നിട്ട് നോക്കി 2 ഇഞ്ച് കറക്റ്റ് വരണം കൊടുക്കുക കേട്ടോ. സ്ട്രൈറ്റ് ആയിട്ട് വരണതിന് ശേഷം ബാക്കി അളവുകൾ നമുക്ക് നോക്കാം. എനിക്കിപ്പോൾ വേസ്റ്റ് റൗണ്ട് എത്ര വെച്ചാൽ 38 ഇഞ്ചാണേ വന്നത്. അതിൻ്റെ കൂടെ 10 കൂടി കെട്ടിയിട്ട് 48ൻ്റെ 4 വശമാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, 4 വശം 12ഉം അര ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ 12 ഇഞ്ച് കൂടെ 2 ഇഞ്ചും കൂടിയും കൂട്ടിയിട്ട് 14 ഇഞ്ചാണ് ഇവിടെ നമുക്ക് സീറ്റ് ലെങ്ത് ഇല്ലേ, 14 ഇഞ്ച് താഴെ സീറ്റ് ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. നോക്കിയേ, സീറ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 12, നമ്മൾ ഈ വേസ്റ്റ് റൗണ്ടിൻ്റെ 12 ഇല്ലേ, ആ 12 മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിന് പുറമേ ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ചോ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക കേട്ടോ. അവിടെ നമ്മളൊരു കോർണറായിട്ട് നിൽക്കുന്നൊരു വശയില്ല, സീറ്റിൻ്റെ അവിടെ നമ്മൾ ഇരിക്കാനുള്ളൊരു ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള എളുപ്പത്തിനാണ് ഇത് ചെയ്യുന്നത്. നോക്കിയേ, 2.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നോക്കിയേ, ഇങ്ങനെ നമുക്ക് 12ൻ്റെ അവിടത്തേക്ക് ഇതെങ്ങനെ സ്ട്രൈറ്റ് വരണിട്ട് ഈ മദ്യം 14 ഇഞ്ചിൻ്റെ ആ മദ്യം കണ്ടതിന് ശേഷം അവിടുന്ന് നമുക്ക് ചെറിയൊരു കേവാക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ പാൻറ്റ് ചെയ്താൽ നമുക്ക് കീറിപ്പോകാതെ നല്ല അടിപൊളി പലാസോ പാൻറ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് 40 ഇഞ്ചിൻ്റെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലെങ്ത്ത് എത്രയാണോ അതെടുക്കുക. ബാക്കിയെല്ലാം ഈ ഒരു സെയിം അളവെടുത്താലും മതി കേട്ടോ. ഇനി ഈ ഫുട്ട് റൗണ്ട് എത്രയാണ് വേണ്ടത് വെച്ചാൽ നോക്കിയേ, ഇത് നമുക്ക് ഇതിപ്പോൾ ഫുള്ളായിട്ട് വേണം, നല്ല വീതി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ 12 ഇഞ്ചാണേ ഫുട്ട് റൗണ്ട് എടുക്കുക. 12 ഇഞ്ചും പിന്നെ അര ഇഞ്ച് തയ്യൽ തുമ്പ് അര ഇഞ്ച് ഞാൻ ഇവിടെ കൊടുക്കുന്നുള്ളൂ, അധികരിച്ച് കൊടുക്കുന്നില്ല. എന്നിട്ട് അത് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്കെയിൽ വെച്ചിട്ട് സ്ട്രൈറ്റ് ലൈൻ കൊടുക്കാം. കട്ടിങ് കഴിഞ്ഞു. ആകെ ഇതേ ഉള്ളൂ കട്ടിങ്ങിന്. ഒറ്റ പീസിലാണ് ഈ ഒരു പാൻറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്കിപ്പോൾ ബാൻഡിന് എക്സ്ട്രാ പീസ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഈ ഒരു ഒറ്റ കട്ടിങ്ങിൽ എനിക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വീതി കുറവുള്ള തുണിയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം, ഇപ്പോൾ താഴെ വർക്കുണ്ട്, വീതി കുറഞ്ഞ തുണിയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. ബാൻഡിന് എത്രയാണോ വേണ്ടത് 2 ഇഞ്ച്, അപ്പോൾ അതിൻ്റെ 2 ഇഞ്ചും എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. അങ്ങനത്തെ ആ ഒരു ബാൻഡ് എക്സ്ട്രാ വെക്കുന്ന എന്താ പറയുക, ആ രീതിയിലുള്ള പാൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കേ. ഞാൻ വേണമെങ്കിൽ ആ ഒരു വീഡിയോയും കൂടി ഞാൻ ചെയ്യാം. ഇതിപ്പോൾ ഒറ്റ പീസിൽ എങ്ങനെ സിമ്പിളായിട്ട് തയ്ക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ കറക്റ്റ് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക കേട്ടോ. ഇത് നല്ല സത്യം പറഞ്ഞാൽ ഈ ഇവിടെ മഴക്കാറായതുകൊണ്ട് കുറച്ചൊരു വെളിച്ചം കുറവുണ്ട്. നോക്കിയാൽ നല്ല ഭംഗിയുള്ള തുണിയാണ്. ഇതിപ്പോൾ ഉള്ളിലുള്ള നല്ല വശമാണ്, പുറമേ ഉള്ളത് മോശവശം. അതുകൊണ്ട് വൈറ്റ് ആയതുകൊണ്ടാണ് അധികരിച്ച് കുറേ മാർക്കൊന്നും ഞാൻ കൊടുക്കാത്തത്, കുറച്ച് മാത്രം ചെയ്യുന്നത്. നോക്കിയേ, നല്ല ഇങ്ങനത്തെ പാൻറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പലാസോ പാൻറ്റിൽ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, താഴെ മടക്കി അടിക്കുക. ഇത് 1 ഇഞ്ച് എക്സ്ട്രാ വേണേ. സാധാ ഏതൊരു തുണിക്ക് ഇപ്പോൾ വർക്കുള്ളത് കൊണ്ടാണ് ഞാൻ താഴെയുള്ള 1 ഇഞ്ച് ഇടാതിരുന്നത്. ഇപ്പോൾ നോക്കിയേ, താഴെ ചെറിയൊരു സ്കാലപ്പ് വർക്ക് പോലെല്ലാം ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഈ ഒരു തുണിയാണ്. എന്നിട്ട് ഒരു പീസ് മാറ്റി വെച്ചതിന് ശേഷം ഇതിപ്പോൾ ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് താഴേന്ന് മേലോട്ടേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒറ്റ പീസ് ഉള്ളിൽ നിന്ന് ഒരു പീസ് മാറ്റിയതിന് ശേഷം ഒരു പീസ് വെച്ചിട്ട് ഒരു കാല്, ഇതൊരു കാലിൻ്റെയാണ്. ഓക്കെ, മറ്റേ കാലിൻ്റെ അപ്പുറം ഉണ്ട്. ഇതിപ്പോൾ ഒരു കാലിൻ്റെ അര ഇഞ്ച് വെച്ചിട്ട് ഞാനിതാ മേലെ വരെ ഈ ഒരു കോർണറില്ലേ അവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റേത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് ഞാൻ കറക്റ്റൊന്നും കാണിക്കുന്നില്ല, നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ വെളിച്ചം വളരെ കുറവാണ്, അതുകൊണ്ടാണ് സ്റ്റിച്ചിങ് അങ്ങനെ അധികരിച്ച് കാണിക്കാത്തത്. ഇത് നോക്കിയേ, മറ്റൊരു വശവും കൂടി ഞാൻ ഇതുപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ പാൻറ്റ് എങ്ങനെയാണോ ഉണ്ടാവുക ആ ഒരു രീതിയിൽ ഞാൻ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കിയതാ.
ഇങ്ങനെ കറക്റ്റ് ഇത് ഇങ്ങനെ വെച്ച് മോശവശമാണ് ഇത് പുറമേ കാണുന്നത്. എന്നിട്ട് അങ്ങനെ വെച്ചതിന് ശേഷം ഇതാ 1/2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതാ ജസ്റ്റ് നമുക്ക് മൊബൈലിലെല്ലാം നൂലെല്ലാം നിറക്കുക, അങ്ങനത്തെ പണിയെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യ സാധനങ്ങളിൽ അരിയെ തന്നെ വെക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങേ. നോക്കിയേ, കറക്റ്റ് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. പിന്നെ ഇത് പാൻറ്റെല്ലാം ആകുന്നേരം വലിയ ഇതല്ലേ, തുണിയോ ഇതെല്ലാം ആകുന്നേരം ഈ ക്യാമറയിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത് അറിയില്ല. ഉള്ളത് ആകുന്നതുപോലെ എന്നെക്കൊണ്ടാകുന്നത് പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയും നന്നാക്കണമെങ്കിലും നന്നാക്കാം. ഇതാ നോക്കിയേ, ഈ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 പാൻറ്റും ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് 2 സ്റ്റിച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ച് മാത്രമാണെങ്കിൽ വിട്ടുപോകും, അതുകൊണ്ടാണ് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതാ 2 വശവും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുറമേ കാണുന്ന മോശവശം തന്നെയാണ്, ഞാൻ നിവർത്തിയിട്ടിട്ടൊന്നുമില്ല. ഇനി അടുത്ത് നോക്കിയേ, സീറ്റിൻ്റെ ആ ഒരു വശം സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കണേ. ഇതാ നല്ല വശം, ഉള്ളിലുള്ളത് നല്ല വശവും പുറമേയുള്ള മോശവശം. അപ്പോൾ നല്ല വശവും ഒരുമിച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് നോക്കിയതാ കറക്റ്റ് ആ ഒരു സീറ്റിൻ്റെ അവിടെ ഒരു സ്റ്റിച്ച് വന്നിട്ടില്ലേ, കോർണറിൻ്റെ അവിടെ നോക്കി, ആ സ്റ്റിച്ച് 2 ഒരുമിച്ചിട്ടായിരിക്കണേ വരേണ്ടത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ കറക്റ്റ്. അപ്പോൾ നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇത് രണ്ടും കറക്റ്റ് ആയിരിക്കും കേട്ടോ വിരുത്ത്. അപ്പോൾ കട്ടിങ് എല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കണ്ട. ഈ ഒരു സ്റ്റിച്ച് കറക്റ്റ് കൈ കൊണ്ട് പിടിച്ചിട്ട് ഒരുമിച്ച് വെക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം സ്റ്റിച്ച് അടിക്കാൻ, അവിടെ നിന്ന് തുടങ്ങാം. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് അളവ് തന്നെയാണെങ്കിൽ മുകളിൽ നിന്ന് തുടങ്ങിയാലും മതി കേട്ടോ. ഇതാ ഒന്നും കൂടി കാണിച്ചാൽ നല്ല വശവും ഇതിങ്ങനെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. നോക്കിയേ, ഇതാ കറക്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ച് വീതം നമുക്കിതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകും കേട്ടോ. ഈ കോർണറിൻ്റെ അവിടെ ആയ രണ്ട് അപ്പുറവും ഇപ്പുറവും 2 കാലിൻ്റെ സ്റ്റിച്ചില്ലേ, പാൻറ്റിൻ്റെ ആ കോർണറിൻ്റെ അവിടെ വരുന്ന സ്റ്റിച്ച് കറക്റ്റ് ഒരേ ലെവലിൽ വരണം. അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് അവിടുന്ന് തുടങ്ങിയിട്ട് 2 സൈഡ് സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് ചെറിയൊരു ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കട്ട് ചെയ്താലും മതി, പ്രശ്നമില്ല. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാൻറ്റിൻ്റെ ഏകദേശം കഴിഞ്ഞു. പിന്നെ എലാസ്റ്റിക്കും കൂടി വെച്ച് കഴിഞ്ഞാൽ പാൻറ്റ് റെഡി. ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് വരെ വേണ്ടിയില്ല കേട്ടോ ഈ ഒരു എന്താ പറയുക പാൻറ്റ് ചെയ്യാൻ. എന്നിട്ട് നോക്കി ഇതാ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, അതിതാ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക. ഇതിപ്പോൾ പുറമെ ഇതെല്ലാം മോശവശത്താണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ നല്ല വശത്തേക്ക് ഞാൻ നിവർത്തി വെച്ചിട്ടില്ല പാൻറ്റിനെ. ഇതാ മോശവശത്തേക്ക് ഇതാ എലാസ്റ്റിക്കിൻ്റെ 2 ഇഞ്ച് ഞാനിവിടെ മടക്കി. എന്നിട്ട് നമുക്ക് 1.5 ഇഞ്ച് മതി കേട്ടോ എലാസ്റ്റിക്കിൻ്റെ ആ ഒരു അളവ്. എന്നിട്ട് 1/2 ഇഞ്ച് നമുക്ക് ഉള്ളോട്ടും കൂടി മടക്കി കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ തേര് വശമായതുകൊണ്ട് 1/2 ഇഞ്ച് മടക്കിയിട്ടില്ലേ പ്രശ്നമില്ല. പക്ഷേങ്കിൽ നമ്മൾ തേര് വശമില്ലാത്ത മറ്റങ്ങനത്തെ വശമെല്ലാം ആകുന്നേരം ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി, എന്നിട്ടാണ് 1.5 ഇഞ്ച് മടക്കേണ്ടത്. എന്നിട്ടൊരു കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എലാസ്റ്റിക് കയറ്റേണ്ടതാ ഈ ഒരളവ് വിടുക. എന്നിട്ട് ബാക്കി ചുറ്റും ഒന്ന് തറ്റ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ എലാസ്റ്റിക് നോക്കിയേ, എനിക്ക് വേസ്റ്റ് റൗണ്ട് നമ്മൾ എത്രയാണ്, വേസ്റ്റ് റൗണ്ടിൽ എക്സ്ട്രാ കൂട്ടുന്ന പീസല്ലേ, വേസ്റ്റ് റൗണ്ട് 38 വന്നത്. ഇതിപ്പോൾ 30 ഇഞ്ച് കുറച്ച് ലൂസുള്ള എലാസ്റ്റിക്കാണ്, അതുകൊണ്ട് 30 ഇഞ്ചുള്ള എലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ വേസ്റ്റ് റൗണ്ട് 38 ആകുന്നേരം ഒരു 3 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് നമ്മൾ ടൈറ്റ് പിടിച്ചിട്ടില്ല എത്രയാ അളവെടുക്കുക, അപ്പോൾ അതിൻ്റെ 3 ഇഞ്ച് കുറച്ചിട്ട് എലാസ്റ്റിക് എടുക്കുക, നല്ല ടൈറ്റുള്ള എലാസ്റ്റിക് ആണെങ്കിലാണ്. എന്നിട്ട് നോക്കി ഒരു പിന്ന് കുത്തിയിട്ട് നമുക്ക് എലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ചുറ്റുതാ ഇട്ടതിന് ശേഷം നോക്കിയേ എലാസ്റ്റിക് 2ഉം കൂടിയിട്ട് ഇതാ ഒരുമിച്ചിട്ട് കറക്റ്റ് നോക്കണേ ഒരേ ലെവലിലാണോ വരുന്നത് വെച്ചാൽ വീതിയുള്ള എലാസ്റ്റിക് അല്ല. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണാനുണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതാ അത് 2 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കുക. ഇതാ നമ്മളെ പലാസോ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കറിയാത്ത ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ക്ലാസ്സാണ്. അറിയുന്നവരിത് ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾക്കറിയുന്നത് പോലെ ചെയ്യുക. ഓരോരുത്തർ ചെയ്യുന്നവർ അവരവരെ ഐഡിയ ആണ്. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.